അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തു യാസീനിൻ്റെ പഠന സീരീസിൽ 40 ആയത്തുകൾ നമ്മൾ പൂർത്തിയാക്കി. ഈ വീഡിയോയിൽ 41 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യം നമുക്ക് ആയത്തുകളുടെ പാരായണം കേൾക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. ഇവിടെ 41-ാമത്തെ വചനത്തിൽ വആയത്തുൽ ലഹും, തഅനീസിന് മുകളിലുള്ള തൻവീനിനെ ശേഷം വരുന്ന അക്ഷരമായ ലാമുമായി ലയിപ്പിച്ച് ചേർത്ത് വേണം പാരായണം ചെയ്യാൻ. ഇദ്ഗാം ബിലാ ഗുന്ന എന്ന നിയമമാണ്. വആയത്തുൽ ലഹും എന്നാണ് പാരായണം ചെയ്യേണ്ടത്. അന്ന, ഇവിടെ ഇദ്ഗാം ബിഗുന്ന എന്ന നിയമമാണ്. 2 ഹർക്കത്ത് ദൈർഘ്യത്തിൽ ഗുന്നത്ത് ചെയ്യേണ്ടതാണ്. 42-ാമത്തെ വചനത്തിൽ വഖലഖന എന്ന ഭാഗത്ത് സുക്കൂനുള്ള ഖാഫിനെ നമ്മൾ ഖൽഖലത്തിൻ്റെ സിഫത്ത് കൊടുത്തുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. ലഹും മിൻ മിസ്ലിഹി, ഇവിടെ 2 ഭാഗത്ത് നമുക്ക് ഷദ്ദ് കാണാം. 2 ഭാഗത്തും ഇദ്ഗാം ബിഗുന്ന എന്ന നിയമമാണ്. മണിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. മിസ്ലിഹി മാ യർക്കബൂൻ, ഇവിടെ മദ് സില അസ്സുഗറ നമുക്ക് കാണാവുന്നതാണ്. 43-ാമത്തെ വചനത്തിൽ വഇന്നശ, ഇദ്ഗാം ബിഗുന്ന എന്ന നിയമം തന്നെയാണ്. നുഗ്രിഖുഹും, ഇവിടെ സുക്കൂനുള്ള ഖാഫിന് ഖൽഖലത്തിൻ്റെ സിഫത്ത് നൽകേണ്ടതാണ്. വലാഹും യുൻഖദൂൻ, ഈ നൂനിന്, ഇവിടെയുള്ള യുൻഖദൂൻ എന്ന ഭാഗത്തെ നൂനിനെ ഇഖ്ഫാ ചെയ്തുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. 44-ാം വചനം ഇല്ലാ റഹ്മതം മിന്ന, ഇവിടെ ഇദ്ഗാം ബിഗുന്ന എന്ന നിയമമാണ്. മീമിനും നൂനിനും, തൻവീനു ശേഷം വരുന്ന മീമും അതിന് ശേഷം വരുന്ന നൂനും. വമതാഅൻ ഇലാ, ഇവിടെ ഐനിന് മുകളിലുള്ള തൻവീനിനെ ഇവ്ഹാർ ചെയ്തുകൊണ്ട് വേണം, വ്യക്തമാക്കിക്കൊണ്ട് വേണം പാരായണം ചെയ്യാൻ. ഇനി ഈ വചനങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതിൻ്റെ തൊട്ട് മുൻപ് നാം പറഞ്ഞു വെച്ച ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ചില സൃഷ്ടിപ്പുകളെക്കുറിച്ച് മനുഷ്യനെ ഉത്ബോധനം ചെയ്യുകയാണ്. അവ മനുഷ്യർക്ക് ദൃഷ്ടാന്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ രാവും പകലും സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം ഉൾക്കൊണ്ടിരുന്നു. അതുപോലെ 41-ാം വചനത്തിലും മറ്റൊരു ദൃഷ്ടാന്തത്തെ ചൂണ്ടിക്കാട്ടുകയാണ് നാഥൻ. നമുക്ക് ആയത്തിലെ ഓരോ വാക്കുകളുടെ അർത്ഥവും എന്നിട്ട് ആയത്തുകളുടെ ആകെയുള്ള അർത്ഥവും നോക്കാം. 41-ാമത്തെ വചനം വആയത്തുൽ ലഹും, അവർക്കൊരു ദൃഷ്ടാന്തമാണ്. അന്ന ഹമൽന, നാം വഹിക്കുന്നത്, ദുർരിയതഹും, അവരുടെ സന്താനങ്ങളെ, ഫിൽ ഫുൽക്കി, കപ്പലിൽ, അൽ മഷ്ഹൂൻ, സാമാനം നിറക്കപ്പെട്ട. ആയത്തിൻ്റെ അർത്ഥം, തങ്ങളുടെ സന്താനങ്ങളെ സാമാനം നിറക്കപ്പെട്ട കപ്പലിൽ നാം വഹിച്ചു കൊണ്ടുപോകുന്നതും അവർക്കൊരു ദൃഷ്ടാന്തമാണ്. 42-ാമത്തെ വചനം വഖലഖനാ ലഹും, അവർക്ക് നാം സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ മിസ്ലിഹി, അതുപോലെയുള്ളതിൽ നിന്ന്, മാ യർക്കബൂൻ, അവർ സവാരി ചെയ്യുന്നത്, വാഹനമേറാവുന്നത്. ഇവിടെ കപ്പൽ എന്ന ഒരു ദൃഷ്ടാന്തത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ മനുഷ്യൻ സഞ്ചരിക്കുന്ന മറ്റു വാഹനങ്ങളെല്ലാം
അവൻ സവാരി ചെയ്യുന്ന പലതും അവർക്കൊരു ദൃഷ്ടാന്തമാണ് എന്ന് നമുക്ക് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഖുർആൻ അവതരിക്കുന്ന കാലത്ത് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുവാൻ പായ്ക്കപ്പലുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ കരയിലൂടെ സഞ്ചരിക്കുവാൻ ഒട്ടകം, കുതിര തുടങ്ങിയിട്ടുള്ള ജീവികളായിരുന്നു പ്രധാനപ്പെട്ട വാഹനങ്ങൾ. എന്നാൽ ഇന്നാകട്ടെ ഏറ്റവും പരിഷ്കൃത രീതിയിലുള്ള യാന്ത്രിക വാഹനങ്ങളാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. ഇന്ന് അവൻ്റെ യാത്രാമണ്ഡലം എന്ന് പറയുന്നത് കരയും കടലും മാത്രമല്ല, വായുവും ഉപരിയാകാശവും കൂടിയാണ്. ഇന്നത്തെ വാഹനങ്ങൾ മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയുമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും മനുഷ്യന് അഹങ്കരിച്ചുകൂടാ. അവ കണ്ടുപിടിക്കുവാനുള്ള ബുദ്ധി, നിർമ്മിക്കുവാനുള്ള ഉപകരണങ്ങൾ, ഉപയോഗപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ എന്നിവയെല്ലാം അള്ളാഹു നൽകിയതും അള്ളാഹു സജ്ജമാക്കി കൊടുത്തതും മാത്രമാണ്. സൂറത്തു സാഫാത്തിലൂടെ നമുക്ക് കാണാം, വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കുന്നതിനെയും അള്ളാഹു സൃഷ്ടിച്ചതാണ്. 43-ാമത്തെ വചനത്തിൽ വ ഇന്നശ, നാം ഉദ്ദേശിക്കുന്ന പക്ഷം, നുഗ്രിഖ്ഹും, നാം അവരെ മുക്കുന്നതാണ്. ഫലാ സരീഖ, അപ്പോൾ നിലവിളിക്കുത്തരം നൽകി സഹായിക്കുന്നവനില്ല, ലഹും അവർക്ക്, വലാഹും അവരല്ലതാനും, യുൻഖദൂൻ രക്ഷപ്പെടുത്തപ്പെടുന്നവർ. ആയത്തിൻ്റെ അർത്ഥം, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ സമുദ്രത്തിൽ നാം മുക്കിക്കളഞ്ഞേക്കും. അപ്പോൾ അവർക്ക് നിലവിളി കേട്ട് സഹായിക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ല, അവർ രക്ഷപ്പെടുത്തപ്പെടുകയുമില്ല. 44-ാമത്തെ വചനം, ഇല്ലാ റഹ്മതൻ, കാരുണ്യമായിട്ട്, പക്ഷേ കാരുണ്യമല്ലാതെ, മിന്ന നമ്മിൽ നിന്നുള്ള, വമതാഅൻ ജീവിത സുഖവും ഉപയോഗവും, ഇലാഹീൻ ഒരു കാലം വരെ, ഒരു സമയം വരെ. ആയത്തിൻ്റെ അർത്ഥം, പക്ഷേ നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യമായിട്ടും ഒരു നിശ്ചിത സമയം വരേക്കുമുള്ള ജീവിത സുഖമായിട്ടുമത്രേ നാം അവരെ രക്ഷപ്പെടുത്തുന്നത്. ഇവിടെ വാഹനങ്ങൾ സുഖകരവും സുരക്ഷിതവും ആയിരിക്കേണ്ടതിനും നമ്മുടെ യാത്രയിൽ പ്രശ്നങ്ങൾ നേരിടാതിരിക്കേണ്ടതിനും വേണ്ടി നാം പല മുൻകരുതലുകൾ മുൻകൂട്ടി തന്നെ ചെയ്യുന്നുണ്ട്. പല പ്രതിവിധികളും നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്നാലും അവിചാരിതവും അപ്രതീക്ഷിതവുമായ അത്യാഹിതങ്ങൾ ചിലപ്പോൾ സംഭവിക്കുന്നു. നിർമ്മാണത്തിൻ്റെ വൈദഗ്ധ്യമോ നിയന്ത്രണത്തിൻ്റെ സാമർഥ്യമോ ഒന്നും തന്നെ അവിടെ ഉപകരിക്കുന്നില്ല. പുറമേ നിന്നുള്ള സഹായവും ലഭ്യമാകുന്നില്ല. സംഭവിക്കുന്നത് എന്താണോ അത് അനുഭവിക്കുവാനേ മനുഷ്യന് കഴിയുന്നുള്ളൂ. ഇതെല്ലാം കേവലം സങ്കല്പമല്ല, നമ്മുടെ അനുഭവങ്ങളാണ്. കടലിലോ കരയിലോ വായുവിലോ ശൂന്യാകാശത്തിലോ എന്ന വ്യത്യാസം കൂടാതെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിച്ച പ്രകാരം എല്ലാം സംഭവിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള ആപൽസന്ധികളിൽ അകപ്പെടാതെ രക്ഷപ്പെടുക എന്നത് മനുഷ്യൻ്റെ കഴിവിനെയല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയാണ് യഥാർത്ഥത്തിൽ ആശ്രയിക്കുന്നത് എന്ന് നമുക്ക് ഈ വചനങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.